പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇന്ത്യയും റഷ്യയും വാർഷിക ഉച്ചകോടി ഡൽഹിയിൽ തുടരുകയാണ്. രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് സ്വീകരണം നൽകി. KP അഭിലാഷ് ശരിയാണ്. അഭിലാഷ്, ഒരുപാട് പ്രധാനപ്പെട്ട കരാറുകൾക്ക് ഒപ്പിടേണ്ടതുണ്ട്. നിർണായകമായ സന്ദർശനമാണ്. ഇന്നിപ്പോൾ രാഷ്ട്രപതി സ്വീകരണം, ഒപ്പം ഉച്ചകോടി നടക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ത്യ റഷ്യ 23ാമത് ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുന്നു. ഡൽഹിയിലെ ഹൈദരാബാദ് ഭവനിൽ ആണ് ഇപ്പോൾ ഉച്ചകോടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പുറമെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരും അതോടൊപ്പം തന്നെ റഷ്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണറും ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ കരാറുകളിൽ ആയിരിക്കും ഇരു രാജ്യങ്ങളും ഏർപ്പെടാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഇന്നലെ പാലം വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് എത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതിനുശേഷം ഇന്ത്യ സജ്ജമാക്കിയ വാഹനത്തിൽ ആണ് ലോ കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പുറപ്പെടുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ട് അത്താഴ വിരുന്ന് നൽകിയിരുന്നു. അതിനുശേഷം വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്നതായിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ പ്രതികരണം. അതുതന്നെ ലോകക്രമത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഉച്ചകോടി ഏറെ ശ്രദ്ധേയമാകുന്നത്. മാത്രവുമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം പുരോഗമിക്കുന്നതിന് ഇടയിൽ ഇപ്പോഴും ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനിടയിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് എത്തിയിട്ടുള്ളത്. ഇനി ഏതൊക്കെ വ്യാപാര കരാറുകളിൽ ആണ് ഏർപ്പെടാൻ പോകുന്നത് എന്നത് പരിശോധിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റുന്നത് എണ്ണ, വാതകം, പെട്രോ കെമിക്കൽസ്, ബാങ്കിംഗ്, റെയിൽവേ, സ്റ്റീൽ ഈ മേഖലകളിൽ റഷ്യ ഇന്ത്യയിൽ നിക്ഷേപം നടത്തും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കരാറിൽ ഏർപ്പെടും. അതേസമയം ഇന്ത്യയാകട്ടെ എണ്ണ, വാതകം, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ ആയിരിക്കും റഷ്യയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നത്. ഒപ്പം പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗതാഗതം, ഖനനം, തൊഴിൽ, ആരോഗ്യ മേഖലകളിൽ ഉടമ്പടികളിൽ ഏർപ്പെടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും മികച്ച പങ്കാളി എന്നത് റഷ്യയാണ്. ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളാകട്ടെ, ഫ്ലൈറ്റുകൾ ആകട്ടെ, അതിൽ എല്ലാം തന്നെ റഷ്യയുടെ സാങ്കേതിക സഹായങ്ങളോ അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിതമായ ഉപകരണങ്ങളോ ഒക്കെയാണ് ഇപ്പോഴും ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2030 വരെ നീളുന്ന കരാറുകളിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും ഒപ്പുവെച്ചേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഉള്ള അനുമതി നേരത്തെ തന്നെ റഷ്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ഡ്യൂമ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കരാറുകളിലേക്ക് ഇന്ത്യയും റഷ്യയും എത്തിപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മറ്റൊന്ന് ആണവോർജ്ജ മേഖലയിലെ സഹകരണം ആണ്. വലിയ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ധാരണാപത്രത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യക്ക് തദ്ദേശീയമായി ഈ റിയാക്ടറുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി റഷ്യയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഉടമ്പടിയിലും ഒപ്പുവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴും ഉച്ചകോടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിർണായകമായ ചർച്ചകൾക്കും ഉടമ്പടിക്കും ശേഷം റഷ്യൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സംയുക്ത പ്രസ്താവന ഇറക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഇന്ന് രാത്രി രാഷ്ട്രപതി ഭവനിൽ ആണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നുണ്ട്. ഇന്നലെയായിരുന്നു പാലം വിമാനത്താവളത്തിലെ സ്വീകരണമെങ്കിൽ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ സ്വീകരണം ആണ്. അതിനുശേഷം രാത്രി 9 മണിക്ക് മുമ്പാണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നുള്ളത്. 9:30 കൂടിയാണ് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി വ്ളാഡിമിർ പുടിൻ തിരികെ റഷ്യയിലേക്ക് പുറപ്പെടുക. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.